ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയം പഠിക്കുന്നു. ആ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നാറുള്ളത്? അയ്യോ, നേരം വെളുത്തല്ലോ, ഇന്ന് ജോലിക്ക് പോകണമല്ലോ എന്ന ഒരു നെടുവീർപ്പാണ് വരുന്നത്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും മടി തോന്നും. ലോകം മുഴുവൻ നമ്മുടെ ചുമലിൽ ഇരിക്കുന്നത് പോലെ തോന്നും. നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ, ഞാൻ ഈ ജോലി തന്നെയാണോ ചെയ്യേണ്ടത്? ഇതാണോ എൻ്റെ വിളി? എനിക്കിതിൽ ഒരർത്ഥവും തോന്നുന്നില്ലല്ലോ. ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മളിൽ പലരും ആത്മീയ ജീവിതത്തെയും ജോലിയെയും രണ്ടായിട്ടാണ് കാണുന്നത്. ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് ആത്മീയ കാര്യവും തിങ്കളാഴ്ച ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് ലൗകിക കാര്യവും ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ അത് സത്യമല്ല. നിങ്ങളുടെ ജോലിയിൽ അത് എത്ര ചെറിയ ജോലിയാണെങ്കിലും അവിടെ ദൈവത്തിന് വലിയ താല്പര്യമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ സാധാരണ ജോലി സ്ഥലത്തെ എങ്ങനെ ഒരു ആരാധനാ ആലയമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജോലിയെ ദൈവത്തിന് സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? കർത്താവെ, എൻ്റെ ജോലിയിലൂടെ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും എന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: കർത്താവെ, എൻ്റെ കൈകളുടെ അധ്വാനത്തെ ആശീർവദിക്കണമേ. നിങ്ങളുടെ ജോലിയും ദൈവത്തിൻ്റെ അനുഗ്രഹവും തമ്മിലുള്ള വലിയൊരു പാലമായി ഈ വാക്കുകൾ മാറട്ടെ. ജോലിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? ടെൻഷൻ, തിരക്ക്, മേലുദ്യോഗസ്ഥരുടെ ശകാരം, ക്ഷീണം, അല്ലേ? എങ്കിൽ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ഏദൻ തോട്ടത്തെക്കുറിച്ച് ചിന്തിക്കുക. പാപം ലോകത്തിൽ വരുന്നതിന് മുൻപ് എല്ലാം സുന്ദരമായിരുന്ന കാലം. അവിടെയും മനുഷ്യന് ഒരു ജോലി കൊടുത്തിരുന്നു. ഉൽപ്പത്തി 2:15 വചനം പറയുന്നു, ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവം മനുഷ്യനെ അവിടെയാക്കി. ശ്രദ്ധിക്കുക, ഇത് പാപം ചെയ്തതിനുള്ള ശിക്ഷയായിരുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പങ്കുചേരാനുള്ള ഒരവസരമായിരുന്നു. ജോലി എന്നത് ഒരു ഭാരമല്ല, അതൊരു സമ്മാനമാണ്. ഒരു കാര്യം ഭംഗിയായി ചെയ്തു തീർക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആ സന്തോഷമില്ലേ, ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ്. പക്ഷേ ഇന്ന് പലർക്കും ജോലി ഒരു ഭാരമാണ്. ജോലി സ്ഥലങ്ങളിലെ പല വെല്ലുവിളികളും നമ്മെ മടിപ്പിക്കുന്നു. ഞാൻ ചെയ്യുന്ന ജോലിക്ക് ദൈവത്തിനു മുൻപിൽ വലിയൊരു വിലയുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും നമ്മോട് തന്നെ ചോദിച്ചു പോകുന്നു. ഉത്തരമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയ വിലയുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ആരാധന എന്നത് പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വചനം വായിക്കുന്നതും ആണ് എന്നാണ്. എന്നാൽ ബൈബിൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം പഠിപ്പിക്കുന്നു. വചനം പറയുന്നു, നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയാലും മനുഷ്യരെ അല്ല, ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി ദൈവത്തിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. ഇത് പുരോഹിതന്മാരോടല്ല, സാധാരണ ജോലി ചെയ്യുന്ന വിശ്വാസികളോടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഓഫീസ് മേശ, പഠിപ്പിക്കുന്ന ക്ലാസ് മുറി, നിങ്ങൾ പണിയെടുക്കുന്ന കൃഷിയിടം, നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയാലും ഇതെല്ലാം ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലമാണ്. നിങ്ങളൊരു ഫയൽ നോക്കുമ്പോൾ, രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ, വീട് വൃത്തിയാക്കുമ്പോൾ, അതെല്ലാം എന്തു തന്നെ ആയാലും അതെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്താൽ അത് ദൈവത്തിനോടുള്ള ആരാധനയാണ്. നിങ്ങൾ ദൈവത്തിനു വേണ്ടി മാത്രമല്ല ജോലി ചെയ്യുന്നത്, ദൈവത്തോടൊപ്പമാണ് ജോലി ചെയ്യുന്നത് എന്നറിവിൻ. വചനം പറയുന്നു, നാം ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ഓരോ അധ്വാനത്തിലും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ അധ്വാനം ആരും കാണുന്നില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. നിങ്ങളുടെ വിശ്വസ്തത ദൈവം കാണുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് മാത്രമേ മറ്റുള്ളവർക്ക് സാക്ഷ്യം നൽകാൻ കഴിയൂ എന്നാണ്. എന്നാൽ ചിലപ്പോൾ പ്രസംഗത്തെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തിയാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മിടുക്ക് കാണിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. നിങ്ങളുടെ സത്യസന്ധത, ക്ഷമ, കൃത്യനിഷ്ഠത, സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റം, ഇതുകൊണ്ടുള്ള നിങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. സഹോദരങ്ങളെ, നിങ്ങളുടെ സ്വഭാവം ഒരു സുവിശേഷമാണ്. ചിലപ്പോൾ മറ്റുള്ളവർ വായിക്കുന്ന ഒരേ ഒരു ബൈബിൾ നിങ്ങളുടെ ജീവിതമായിരിക്കും. പലരും ആകുലപ്പെടുന്ന ഒരു കാര്യമാണ്, ഇതാണോ എനിക്കുള്ള വിളി? ഇതാണോ ദൈവം എനിക്ക് വേണ്ടി നിശ്ചയിച്ച ജോലി? പക്ഷേ ഓർക്കുക, ദൈവത്തോടുള്ള വിളി മുഴുവനായും നമുക്ക് വെളിപ്പെടുത്തി തരില്ല. അത് ഓരോ ഘട്ടമായാണ് വെളിപ്പെടുത്തി തരുന്നത്. ജോസഫിനെ നോക്കൂ.
അവൻ ആദ്യം ആട്ടിടയനായിരുന്നു, പിന്നെ അടിമയായി, പിന്നെ തടവുകാരനായി, അവസാനം ഭരണാധികാരിയായി. ഓരോ ഘട്ടവും അടുത്ത ഘട്ടത്തിലേക്കുള്ള പരിശീലനമായിരുന്നു. ദാവീദും അങ്ങനെയായിരുന്നു. ആട്ടിടയൻ, സംഗീതജ്ഞൻ, പടയാളി, അവസാനം രാജാവ്. റോമ 8:28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ചെറുതാണെന്ന് തോന്നാം, പക്ഷേ ദൈവം നിങ്ങളെ വലിയൊരു കാര്യത്തിനായി ഒരുക്കുകയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിസ്ഥലം യാദർച്ഛികമല്ല. മത്തായി 5:16 യേശു പറയുന്നു, മനുഷ്യൻ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നിങ്ങൾ അവിടെ നിൽക്കുന്നത് വെളിച്ചം വീശാൻ വേണ്ടിയാണ്. ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോൾ, മടുത്തു പോകുമ്പോൾ എന്തു ചെയ്യണം? യെശയ്യാ 40:31 വലിയൊരു വാഗ്ദാനമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. നിങ്ങളുടെ ശക്തി ചോർന്നു പോകുമ്പോൾ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുക, അവിടുന്ന് നിങ്ങളെ പുതുക്കും. ജോലിസ്ഥലത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള പ്രായോഗിക വഴികൾ ഇതാ. ദൈവത്തോടൊപ്പം ജോലി ചെയ്യുക. രാവിലെ തന്നെ ദൈവത്തെ ജോലിയിലേക്ക് ക്ഷണിക്കുക. മികവ് പുലർത്തുക. ജോലി ഭംഗിയായി ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. സത്യസന്ധരായിരിക്കുക. ആരും കാണുന്നില്ല എങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കാതിരിക്കുക. സേവനം. സഹപ്രവർത്തകരെ സഹായിക്കുക. പ്രാർത്ഥന. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവത്തോട് ജ്ഞാനം ചോദിക്കുക. സാക്ഷ്യം. നിങ്ങളുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ കാണിക്കുക. വിശ്രമം. ഞായറാഴ്ചകളിലും മറ്റും ദൈവത്തിന് കൊടുക്കേണ്ട സമയം കൊടുക്കുക. സഹോദരങ്ങളെ, നിങ്ങളുടെ ജോലി വെറും ഒരു വരുമാന മാർഗം മാത്രമല്ല, അതൊരു ദൈവനിയോഗമാണ്. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. സഹോദരങ്ങളെ, നാളെ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഭാരത്തോടുകൂടി പോകരുത്. ദൈവം ഏൽപ്പിച്ച തോട്ടത്തിൽ പണിക്കായി പോകുന്നത് പോലെ സന്തോഷത്തോടെ പോവുക. നിങ്ങളുടെ കൈകൾ ദൈവത്തിന്റെ കൈകളാണ് എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഏത് ജോലിയിലാണെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സന്തോഷത്തോടെ ചെയ്യുവിൻ. അതിനുള്ള പ്രതിഫലം ദൈവത്തിൽ നിന്ന് നിനക്ക് ഉറപ്പാണ്. ഈ കേട്ട വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ആരോഗ്യത്തോടെ ആയുസ്സോടെ ബലപ്പെടുത്തി കാക്കുമാറാകട്ടെ. ആമേൻ.